ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SP ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചീസ് കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വെരി ഡിഫറെൻറ്റ് റെസിപ്പിയാണ് ഇത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ പുൾ മീ അപ്പ് കേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കണം. വെരി ടേസ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചീസ് കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കാം. ചീസ് കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് 100 ഗ്രാംസിൻ്റെ ബിസ്ക്കറ്റ് വേണം. ഞാനിവിടെ എടുത്തേക്കുന്ന ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ആരോ റൂട്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ടീ ബിസ്ക്കറ്റ് എനി ഫ്ലേവർലെസ് ബിസ്ക്കറ്റ് എടുത്താലും മതി. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു സിപ്ലോക്ക് ബാഗാണ്. പിന്നെ ഒരു റോളിംഗ് പിന്നും കൂടി. നമുക്ക് ഈ ബിസ്ക്കറ്റ് ഈ സിപ്ലോക്ക് ബാഗിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ഹാഫ് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കണം. അപ്പം നമുക്ക് ഈ ക്രഷ്ഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് നമുക്ക് ഈ ടിന്നിലോട്ട് ഇടാം. ഞാൻ ഇന്ന് 15 സെൻറ്റിമീറ്ററിൻ്റെ ടിന്നാണ് എടുത്തേക്കുന്നത്. അത് ഈ ബേസ് ഇടുന്നതിന് മുമ്പേ നമ്മളൊരു ക്ലിഞ്ച് ഇങ്ങനത്തെ ഇടണം, പ്ലാസ്റ്റിക്കിൻ്റെ. അത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ബട്ടർ പേപ്പർ ഇടുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റിൽ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിലാണ് നമ്മൾ ഈ ക്ലിഞ്ച് നമ്മൾ ആദ്യം ഇടുന്നത്. അപ്പം നമുക്ക് ഇത് ഇനി ഈ ബേസായിട്ട് നമുക്ക് ഇടാം. അപ്പോൾ ക്രഷ് ചെയ്ത ബിസ്ക്കറ്റ് നമ്മളിപ്പോൾ എന്താ ഇങ്ങനെ ബേസ് ആക്കിയിട്ടുണ്ട്. നല്ലപോലെ നമ്മളിങ്ങനെ സ്പാറ്റിൽ വെച്ചിങ്ങനെ നല്ലപോലെ ഞെക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പൊട്ടാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് നമ്മൾ കേക്ക് റെഡി ആകുമ്പോൾ. ഇനി നമുക്ക് ചീസ് കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം, അതുണ്ടാക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചീസ് കേക്കിൻ്റെ ബാറ്ററാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ്. നമുക്ക് 90 ഗ്രാംസ് സോർ ക്രീം വേണം. 90 ഗ്രാംസ് എന്ന് പറയുന്ന 90 ml തന്നെ സോർ ക്രീം നമുക്ക് ഒഴിക്കാം. പിന്നെ നമുക്ക് 200 ഗ്രാംസ് ക്രീം ചീസും വേണം. സ്റ്റോഴ്സിലെല്ലാം അവൈലബിൾ ആണ്, സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ. ക്രീം ചീസും കൂടി ഇടാം. പിന്നെ ഒരു 30 ഗ്രാംസ് ഷുഗറും കൂടി, അതായത് 3 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ. നമ്മൾ ഹാൻഡ് മിക്സ് ചെയ്താൽ മതി, നമുക്ക് ബീറ്ററിലൊന്നും ചെയ്യണ്ട. എന്നുവെച്ചാൽ ബീറ്ററിൽ നമ്മൾ ക്രീം കൂടുതൽ അല്ലെങ്കിൽ ചീസ് കൂടുതൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പിരിഞ്ഞു പോവും. അങ്ങനെ ഇപ്പം നമ്മൾ ക്രീം ചീസും സോർ ക്രീമും ഷുഗറും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജലാറ്റിൻ്റെ ഇതുണ്ടാക്കണം, പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് നമുക്ക് ആവശ്യമുള്ള 30 ഗ്രാംസ് മിൽക്ക്, അതായത് 2.5 ടേബിൾ സ്പൂൺ മിൽക്ക് വേണം. പിന്നെ ജലാറ്റിൻ വേണം 6 ഗ്രാം. നമുക്കിങ്ങനെ സാഷേ കിട്ടും ഇങ്ങനെ ഓരോ ബോക്സിൻ്റെ. അപ്പം അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല കുറുകും. ഇതിപ്പം നല്ല ഫൈൻ ഒരു പേസ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ വേറൊരു ബൗളിൽ ചൂടുവെള്ളം എടുത്തിട്ട് ഈ ബൗളിനെ നമ്മൾ അതിലോട്ട് വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് അതൊന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമുക്കൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് നമുക്ക് ഈ ക്രീം മിക്സ്ചറിലോട്ട് നമുക്കിതൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്ട്രോബെറി പ്യൂരിയാണ്. അതായത് സ്ട്രോബെറീനെ നമ്മൾ വേവിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ അതിന് നമുക്ക് ഒരു 220 ഗ്രാം സ്ട്രോബെറി വേണം. പിന്നെ ഒരു 30 ഗ്രാം, അതായത് 3 ടേബിൾ സ്പൂൺ ഷുഗർ വേണം. ആൻഡ് 10 ഗ്രാംസ്, അതായത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി വേണം. ഇതെല്ലാം കൂടി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇനി ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം ഈ സ്ട്രോബെറീനെ. ഇങ്ങനെ 1 ടേബിൾ സ്പൂൺ
നാരങ്ങ നീരും കൂടി ഒഴിച്ചു. അതാ സ്ട്രോബെറി 220 ഗ്രാംസ്, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ ആൻഡ് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇനിയും നമുക്ക് തിളപ്പിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ സ്ട്രോബെറിയും പഞ്ചസാരയും ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് വേവിച്ചെടുത്ത ആ പ്യൂരിയാണിത്. നമ്മൾ മിക്സിയിൽ ഇട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇത് ഇനി നമ്മൾ ക്രീം മിക്സ്ചറിലോട്ട് ഇടണം. അതൊരു 80 ml ആണ് ഒഴിക്കേണ്ടത്. അതായത് 1/3 കപ്പ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ക്രീം നമുക്ക് വിസ്ക് ചെയ്തൊന്നും എടുക്കണം. ബീറ്റ് ചെയ്ത് ഇതിലോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. തിക്ക് ക്രീമാണത്. 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളത് ബീറ്റ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ഇത് നമുക്ക് ഇനി നമ്മളുടെ ഈ ക്രീം മിക്സ്ചറിലോട്ട് നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ടിന്നിലോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രീസറിലോട്ട് വെക്കാം ഒരു 30 മിനിറ്റ്സത്തേക്ക്. അപ്പം നമ്മുടെ ചീസ് കേക്ക് ഇതാ ഹാഫ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ ഒരു ലെയറിങ് നമുക്ക് ചെയ്യാനുണ്ട്. അത് നമ്മളുടെ മുമ്പത്തെ ആ സ്ട്രോബെറി പ്യൂരി അതാണ് നമ്മൾ ഇതിൻ്റെ മേളിലോട്ട് ഒഴിക്കാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പേ നമ്മൾ ജെലാറ്റിൻ മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ 35 ഗ്രാംസ് ഓൾമോസ്റ്റ് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ ഒഴിക്കണം. അതിൻ്റെ മേളിൽ നമ്മൾ 5 ഗ്രാം ജെലാറ്റിൻ ഇടണം. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മൂത്ത് ഒരു പേസ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഒരു ബൗളിൽ ഹോട്ട് വാട്ടർ എടുത്തിട്ട് അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വെച്ച് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സ്ട്രോബെറി പ്യൂരിയിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഈ ജെലാറ്റിൻ ഈ സ്ട്രോബെറി പ്യൂരിയിലോട്ട്. ഇനി നമുക്ക് നമ്മുടെ ചീസ് കേക്കിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് ലെയറാക്കാം. സ്പ്രെഡ് ചെയ്ത് നമുക്ക് കൊടുത്താൽ മതി, ഒന്ന് ഈവൻ ലെയർ ആവാൻ വേണ്ടി. അപ്പം നമ്മളിത് ഈവൻ ലെയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം ഒരു ½ an hourത്തേക്ക്. ഓക്കെ, അപ്പം നമ്മുടെ കേക്ക് ഫ്രിഡ്ജിലിരിക്കുകയാണ്. ഇനി അടുത്ത നമുക്ക് അതിൻ്റെ മേളിൽ വെക്കാനുള്ള അടുത്ത ലെയറിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് 100 ml വെള്ളം വേണം. അതിലോട്ട് ഒരു 10 ഗ്രാം അതായത് 1 ടേബിൾ സ്പൂണോളം നമുക്ക് ലൈം ജ്യൂസ് ഒഴിക്കണം. ഇനി ഒരു 5 ടീസ്പൂൺ ഷുഗറും. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് തിളപ്പിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ വരെ അത്രയും ചൂടാക്കണം. ഓക്കെ, അപ്പം നമ്മുടെ വാട്ടർ, ഷുഗർ ആൻഡ് ലെമൺ ജ്യൂസ് നമ്മൾ മുമ്പേ ചൂടാക്കാൻ വെച്ചത്
നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ജെലാറ്റിൻ ഉണ്ടാക്കണം വീണ്ടും. അപ്പം 100 ml വാട്ടറിൽ നമുക്ക് 8 ഗ്രാം ജെലാറ്റിൻ ഇടണം. ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 8 ഗ്രാമാണ്. അപ്പോൾ ഫുൾ പാക്കറ്റ് അങ്ങ് ഇടാം. ഇപ്പോൾ മുമ്പേ ചൂടാക്കാൻ വെച്ച ആ സിറപ്പിലോട്ട് നമുക്ക് ഈ ജെലാറ്റിൻ പേസ്റ്റ് ഇടാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ. ഇത് എന്നിട്ട് നമ്മൾ മുമ്പേ ചെയ്തത് നമ്മളൊരു ബൗൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് വെക്കുന്നതാണ്. ഇത് നമ്മൾ നേരെ തിരിച്ച് ഐസ് വാട്ടറിലാണ് നമ്മളിത് വെക്കുന്നത്. നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് സ്ട്രോബെറീസ് നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്ത് വെക്കണം. ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ നമ്മുടെ കേക്ക് എടുത്തിട്ട്, ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കേക്ക് എടുത്തിട്ട് നമ്മൾ ഈ കോർണർ ചേർത്ത് നമ്മളിങ്ങനെ ഈ സ്ട്രോബെറീനെ ഇങ്ങനെ വെക്കണം. എല്ലാം കോർണേഴ്സ് ചേർത്ത് വെക്കണം, ഇതേപോലെ. അപ്പം നമ്മൾ കേക്ക് നമ്മൾ പുറത്ത് ഇറക്കിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ലെമണും ജെലാറ്റിൻ സിറപ്പും നമുക്ക് ഇതിൻ്റെ മേളിലോട്ടൊന്ന് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഫസ്റ്റ് ലെയർ, നമ്മുടെ ലാസ്റ്റ് ലെയർ, അപ്പോൾ ഒന്ന് കോട്ടാവുന്നതിന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ലെയർ ഇങ്ങനെ ഒഴിച്ചാൽ മതി. നല്ല നിറയത്തക്ക രീതിയിൽ നമുക്ക് ഒഴിക്കാം. അപ്പം നമ്മളിത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അനദർ 2 hours നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പം നമ്മൾ കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. നമ്മൾ 2 hours ശേഷം അതിൻ്റെ ശേഷം നമ്മളിതിങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഈ സ്ട്രോബെറീസ് ഒക്കെ നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തു. അതിൻ്റെ മേലിങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് നല്ല അട്രാക്ഷൻ വരാൻ വേണ്ടി. അപ്പോൾ ഈ കേക്ക് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി ഞാൻ വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.